9 മണി വാർത്തയിലേക്ക് വിശദമായി. ഇറാനെതിരായിട്ടുള്ള യുദ്ധം നിർത്തില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ എല്ലാ മേഖലയിലും തകർത്ത് ഇല്ലാതാക്കും. അടുത്ത 3 ആഴ്ച കൂടി ഈ യുദ്ധം തുടരും. ലക്ഷ്യം ഇറാനിലെ എണ്ണ അല്ല എന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇറാന്റെ മിസൈൽ സംവിധാനവും സൈനിക സംവിധാനവും തകർത്തു എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. We are in this military operation so powerful, so brilliant against one of the most powerful countries for 32 days. And the country has been eviscerated and essentially is really no longer a threat. They were the bully of the Middle East, but they're the bully no longer. This is a true investment in your children and your grandchildren's future. The whole world is watching and they can't leave the power, strength, and brilliance. They just can't believe what they're seeing. They leave it to your imagination, but they can't believe what they're seeing. The brilliance of the United States military. Tonight, every American can look forward to a day when we are finally free from the wickedness of Iranian aggression and the specter of nuclear blackmail. Because of the actions we have taken, we are on the cusp of ending Iran's sinister threat to America and the world. And I'll tell you, the world is watching. And when we do, when it's all over, the United States will be safer, stronger, more prosperous, and greater than it has ever been before. May God bless the men and women of the United States Armed Forces, and may God bless അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അജയ്, ഗുഡ് മോർണിംഗ്. ഈ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം അതെന്താണെന്നുള്ള കാത്തിരിപ്പായിരുന്നു ഇന്ന് രാവിലത്തേക്ക്. ലോകം ഉറ്റുനോക്കിയതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കുകയല്ല, യുദ്ധം തുടരുമെന്നാണ്. പക്ഷേ അതിനിടയിൽ പറയുന്നുണ്ട് തങ്ങൾ ജയിച്ചുവെന്നും. എന്താണ് ട്രംപ് ഉദ്ദേശിച്ചത്? ട്രംപ് നിലവിൽ ഈ യുദ്ധത്തിന് ഒരു അന്ത്യമില്ല എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ യുദ്ധം അമേരിക്ക വിജയിച്ചു, എന്നാൽ ഇത് 2-3 ആഴ്ചകൾ കൂടി ഈ യുദ്ധം തുടരും എന്നാണ് ട്രംപ് അറിയിച്ചിട്ടുള്ളത്. ട്രംപിൻ്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ വർഷം കൂടി നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഡിഫൻസ് ആണ് ഇത് ഇന്റർസെപ്റ്റ് ചെയ്തത്. അവർ ഇക്കാര്യം അറിയിച്ചിട്ടുമുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ ഈ മിസൈൽ ആക്രമണത്തിൽ മറ്റ് നാശനഷ്ടങ്ങളോ പരിക്കുകളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് കൃത്യമായി പ്രതിരോധിക്കാൻ സാധിച്ചതായിട്ടാണ് ഇസ്രായേൽ സേന അറിയിക്കുന്നത്. ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരമൊരു കാര്യം വന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ ട്രംപിന്റെ ഈ അനൗൺസ്മെന്റിന് പിന്നാലെ ഈ ക്രൂഡ് ഓയിൽ വിലയും നിലവിൽ ഉയർന്നിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വില നിലവിൽ കഴിഞ്ഞ ദിവസമൊക്കെ $100 എന്നുള്ള നിലവാരത്തിലേക്ക് താഴ്ന്നിരുന്നു ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ വന്നതിന് ശേഷം. എന്നാൽ ഇപ്പോൾ അത് $105.38 ഉയർന്നിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വില. മാത്രമല്ല, അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിവും നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ കാര്യം. ട്രംപ് പറയുന്നത് ഈ യുദ്ധത്തിൽ തങ്ങൾ ഉദ്ദേശിച്ച എല്ലാ ലക്ഷ്യങ്ങളും അച്ചീവ് ചെയ്യാൻ സാധിച്ചു. പ്രധാനമായിട്ടും ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ സാധിച്ചു. അവിടെ നിലവിൽ അധികാരത്തിലിരുന്ന എല്ലാ നേതാക്കളെയും വധിക്കാനായി. അതുപോലെ തന്നെ അവരുടെ മിസൈൽ ശേഖരങ്ങൾ എല്ലാം ഇല്ലാതാക്കി. പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു. സേനയെ വീക്കൺ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ അവരുടെ നേവി, എയർഫോഴ്സ് എല്ലാം തകർത്തു എന്ന് ട്രംപ് പറയുന്നുണ്ട്. അതുമാത്രമല്ല, നിലവിൽ ഈ യുദ്ധം തുടരുന്നതിനെ മുൻപുണ്ടായിരുന്ന യുദ്ധങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് മുൻപ് ഇറാഖുമായിട്ട് 8 വർഷം യുദ്ധം നീണ്ടിട്ടുണ്ട്. വിയറ്റ്നാമുമായിട്ട് 19 വർഷം യുദ്ധം നീണ്ടു. 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും എല്ലാം വീണ്ടും 5-6 വർഷങ്ങൾ നീണ്ടു നിന്നതാണ്. എന്നാൽ ഈ ഇറാനുമായിട്ടുള്ള പോരാട്ടം ഇപ്പോൾ കേവലം എത്തി നിൽക്കുന്നത് 31 ദിവസങ്ങളിലാണ്. ഈ 31 ദിവസങ്ങൾ തന്നെ തങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സേനയാണ് അമേരിക്ക. അമേരിക്കയുടെ സേന ശക്തമാണെന്ന് ഒന്നുകൂടി തെളിയിക്കുകയായിരുന്നു എന്നെല്ലാം ട്രംപ് പറഞ്ഞു. അതുപോലെ ഈ യുദ്ധം തുടരാനുള്ള കാരണങ്ങളിലൊന്നായി അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുന്നത് ഈ യുദ്ധത്തിൽ നിരവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ സൈനികരുടെ കുടുംബങ്ങൾ തന്നോട് ആവശ്യപ്പെട്ടത് ഈ യുദ്ധം അമേരിക്ക ജയിക്കണം, അമേരിക്ക ഈ യുദ്ധം തുടരണം, ലക്ഷ്യങ്ങൾ കാണണം എന്നെല്ലാമാണ് ഈ കുടുംബങ്ങൾ തങ്ങളോട് പറഞ്ഞത് എന്നാണ് ട്രംപ് സൂചിപ്പിച്ചത്. മാത്രമല്ല, ഇറാനുമായി നിലവിൽ ഡിപ്ലോമാറ്റിക്കായി ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകൾ ഉടൻ തന്നെ ഫലം കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ ഇറാനിലുള്ള പവർ പ്ലാന്റുകളും തങ്ങൾ ആക്രമിക്കും
അവസാനിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകളുടെ കാര്യത്തിലും ട്രംപ് നിലവിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തുന്നുണ്ട്. എന്നാൽ ഇതൊരിക്കലും ഏഷ്യൻ രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒരു യോജിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമല്ല ട്രംപിൻ്റെ വാക്കുകളിൽ നിന്നുണ്ടായത്. ട്രംപ് പറഞ്ഞത് ഹോർമുസ് കടലെടുക്ക് അതുവഴി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ ഈ കടലെടുക്കിൻ്റെ സുരക്ഷ ഉറപ്പാക്കണം. അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരാണ് അമേരിക്ക എന്ന് പറയുന്നത്. സൗദി അറേബ്യയിലും റഷ്യയിലും മൊത്തത്തിൽ ഉണ്ടാക്കുന്ന ക്രൂഡ് ഓയിലിനേക്കാൾ കൂടുതൽ ക്രൂഡ് ഓയിൽ അമേരിക്കയും വെനസ്വേലയും ഉണ്ടാക്കുന്നുണ്ടെന്നും അമേരിക്കയിൽ യാതൊരുവിധ എണ്ണക്ഷാമവും ഇല്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം, ഇറാനിൽ തങ്ങൾ ആക്രമണം നടത്തിയതിൻ്റെ ലക്ഷ്യം ക്രൂഡ് ഓയിലല്ല, പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് തങ്ങൾ ഈ പോരാട്ടത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നാണ് ട്രംപ് പറയുന്നത്. മാത്രമല്ല, ഇറാൻ്റെ ഒരു ടെറർ റെജീം അത് വളരെ ഭയാനകമാണ്. സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു ടെററിസമാണ് അവിടെ നടക്കുന്നത്. ആ രാജ്യത്തെ ഭരണാധികാരികൾ മൊത്തം 45,000 ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നെല്ലാം ട്രംപ് ഇന്നത്തെ പ്രസ്താവനയിൽ എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, തനിക്ക് മുൻപേ അധികാരത്തിലിരുന്ന ഒരു നേതാക്കളും ഇറാന്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തില്ല. എന്നാൽ ആദ്യത്തെ തവണ താൻ അധികാരത്തിൽ വന്ന സമയത്ത് ഇറാന്റെ സൈനിക മേധാവിയായിട്ടുള്ള ഖ്വാസിം സുലൈമാനിയെ വധിക്കാൻ സാധിച്ചു. ഇപ്പോൾ നിലവിൽ ഈ പോരാട്ടത്തിലൂടെ അമേരിക്കയ്ക്ക് ഭീഷണിയായി ഉയർന്നുകൊണ്ടിരുന്ന അവരുടെ ആയുധ സംവിധാനങ്ങളെല്ലാം നശിപ്പിച്ചു എന്നെല്ലാം ട്രംപ് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് അമേരിക്ക വരെ എത്താൻ സാധിക്കുന്ന ദീർഘദൂര മിസൈലുകൾ ഇറാൻ ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. ഈ മിസൈൽ ഫെസിലിറ്റികൾ അമേരിക്ക തകർത്തിട്ടുണ്ട്. മാത്രമല്ല, B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഇറാന്റെ ആണവ സംവിധാനങ്ങളും തങ്ങൾക്ക് തകർക്കാൻ സാധിച്ചു എന്നെല്ലാം ട്രംപ് നിലവിൽ എടുത്തു പറയുന്നുണ്ട്. ഏതായാലും ഈ യുദ്ധം നിലവിൽ അവസാനിക്കുന്നില്ല. എന്ന് യുദ്ധം അവസാനിക്കും എന്നതിനെപ്പറ്റി ട്രംപ് ഒരു സൂചനയും നൽകുന്നില്ല. നിരവധി ചോദ്യങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടാണ് ട്രംപിൻ്റെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ട്രംപ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. റൈറ്റ്. എന്തായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം അത് യുദ്ധം തുടരുമെന്നാണ് അവകാശവാദം. ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെ വധിച്ചു, അവരുടെ ലക്ഷ്യങ്ങൾ തകർത്തു എന്നാണ്. അജയ്, ഒരു കാര്യം കൂടി, ഈ ഞങ്ങളുടെ കയ്യിൽ എല്ലാം സ്റ്റോക്കുണ്ട്, അമേരിക്ക അത് സൗദിയേക്കാൾ കൂടുതൽ എണ്ണ ശേഖരമുണ്ട് എന്നൊക്കെ വലിയ പ്രഖ്യാപനങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ട്രംപ് ഇന്ന് തുടരുകയും ചെയ്തു. അതായത് ഈ യുദ്ധത്തിൻ്റെ പ്രതിസന്ധി ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല ഇന്ന് ട്രംപ് പറഞ്ഞത്. അതെ, അങ്ങനെയാണ് ട്രംപ് പറയുന്നത്. എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള ഒരു വാർത്തകൾ ഒരിക്കലും ഇതിനെ അനുകൂലിക്കുന്നതല്ല. കാര്യം, അമേരിക്കയിലുള്ള ഓയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുൻപെങ്ങുമില്ലാത്ത രീതിയിലാണ് അമേരിക്കയിൽ ഓയിൽ പ്രൈസും ഗ്യാസ് പ്രൈസും വർദ്ധിച്ചിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ജനങ്ങൾ കടുത്ത പ്രതിസന്ധി തന്നെ നേരിടുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഈ പ്രതിപക്ഷത്തുള്ള പല ആളുകളും, പല ഗവർണർമാരും ട്രംപിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ ഓയിൽ പ്രൈസ് വർദ്ധിക്കുന്ന കാര്യത്തിൽ എല്ലാം ട്രംപിനെ കടുത്ത രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്ന വാർത്ത അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ തന്നെ അമേരിക്ക ഈ യുദ്ധത്തിന് ഒരു ദിവസം ചെലവാക്കുന്നത് $1 ബില്യൺ ആണ്. $1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100 കോടി $. ഇത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 30,000 കോടിക്ക് മുകളിലുള്ള ഒരു തുകയായി മാറും. അപ്പോൾ ഇത്ര വലിയൊരു തുക അമേരിക്ക നിലവിൽ ഈ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഒരു മാസം പിന്നിടുമ്പോൾ ഈ യുദ്ധത്തിനായി അമേരിക്ക ആകെ ചെലവാക്കിയത് ഏതാണ്ട് 3 ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ്. അപ്പോൾ ഇത്ര വലിയ ചെലവ് അമേരിക്കയ്ക്ക് ഈ യുദ്ധം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ട്രംപ് പറയുന്നത് ഇതൊന്നും അമേരിക്കയ്ക്ക് ഒരു പ്രതിസന്ധിയല്ല, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ അമേരിക്ക യാതൊരു ക്ഷാമവും നേരിടുന്നില്ല എന്നതെല്ലാമാണ്. എന്നാൽ ട്രംപ് തന്നെ കുറച്ച് ദിവസം മുൻപേ പറഞ്ഞത് ഇറാനിലുള്ള ക്രൂഡ് ഓയിൽ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. ഖാർ ദ്വീപ് പിടിച്ചടക്കിക്കൊണ്ട് ഇവിടെയുള്ള ഓയിൽ എക്സ്പോർട്ടിംഗ് ഹബ്ബ് അത് അമേരിക്കയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് പദ്ധതിയിലുണ്ട്. ഇതെല്ലാം ട്രംപ് എടുത്ത് സൂചിപ്പിച്ചതാണ്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു യു-ടേൺ ആണ് ട്രംപ് എടുക്കുന്നത്. അതായത് ഇത്തരം കാര്യങ്ങളെല്ലാം താൻ പറഞ്ഞിരുന്നു എന്നുള്ളത് പോലും അഡ്രസ്സ് ചെയ്യാതെ ഇപ്പോൾ ഹോർമുസ് കടലെടുക്ക് മറ്റ് രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയുകയാണ് ട്രംപ് നിലവിൽ ചെയ്യുന്നത്. അദ്ദേഹം തന്നെ മുൻപ് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് സൂചിപ്പിച്ചിരുന്നത് ഹോർമുസ് കടലെടുക്ക് അമേരിക്ക സംരക്ഷിക്കും, ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് അമേരിക്കൻ പടക്കപ്പലുകൾ അകമ്പടിയാകും. ഇതെല്ലാം ട്രംപ് എടുത്തു സൂചിപ്പിച്ചതാണ്. മാത്രമല്ല, മറ്റ് നാറ്റോ രാജ്യങ്ങളെ ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക്
അമേരിക്കയ്ക്ക് പിന്തുണയേകാൻ നാറ്റോ രാജ്യങ്ങളെ ക്ഷണിച്ചിരുന്നു. ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ സുരക്ഷയ്ക്ക് ഉൾപ്പെടെ നാറ്റോ രാജ്യങ്ങളെ US ക്ഷണിച്ചിരുന്നു. എന്നാൽ അവിടെയാണ് US-ന് വലിയൊരു തിരിച്ചടി നേരിട്ടത്. കാര്യം നാറ്റോ രാജ്യങ്ങളൊന്നും തന്നെ അമേരിക്കയെ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല പല രാജ്യങ്ങളും ശക്തമായിട്ടുള്ള എതിർപ്പും അമേരിക്കയുടെ നിലപാടുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. സ്പെയിനായിരുന്നു ആദ്യം രംഗത്തെത്തിയത്. പിന്നീട് മറ്റ് രാജ്യങ്ങളും കടുത്ത വിയോജിപ്പ് തന്നെ അമേരിക്കയുടെ ഈ നിലവിലുള്ള ഒരു നിലപാടുകളിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നാറ്റോ രാജ്യങ്ങൾ അവരെല്ലാവരും ഭീരുക്കളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ട്രംപ് വാക്കുകളിലൂടെയുള്ള ഒരു തിരിച്ചടിയാണ് നടത്തിയത്. ഈ നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെ ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു സുരക്ഷയ്ക്ക് ട്രംപിന് കൂട്ടാകും എന്നുൾപ്പെടെ അദ്ദേഹം പ്രതീക്ഷിച്ചെങ്കിലും മറ്റൊരു രാജ്യങ്ങളും ഇതിന് കടന്നു വന്നില്ല. അമേരിക്ക തുടങ്ങിവെച്ച പോരാട്ടങ്ങൾ അമേരിക്ക തന്നെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അമേരിക്ക തുടങ്ങിവെച്ച പ്രശ്നങ്ങൾ അവർ തീർക്കണമെന്നുള്ള നിലപാടിലായിരുന്നു മറ്റ് രാജ്യങ്ങൾ. എന്നാൽ ട്രംപ് നിലവിൽ തൻ്റെ വാദങ്ങളിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തിലെ ഈ വലിയ പ്രതിസന്ധി, ഹോർമുസ് കടലിടുക്കിലുള്ള ആ ഒരു പ്രതിസന്ധി, അതിനെ അഡ്രസ്സ് ചെയ്യാതെ അത് മറ്റ് രാജ്യങ്ങൾ ആണ് നിയന്ത്രിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പശ്ചിമേഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാം, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരാണ് തങ്ങൾ എന്നെല്ലാമാണ് ട്രംപ് നിലവിൽ പറയുന്നത്. ഇത്തരത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് എന്ന് നമുക്ക് കാണാനാകും. റൈറ്റ്, അജയ് സുധാവിച്ചാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.